കുഞ്ഞാടിന്റെ കൈവിരൽപ്പാടുകൾ മുതുകിലേന്തുന്ന ഇടയൻ. എന്നെയും പോലും എൻ്റെ പുറത്ത് ആഞ്ഞടിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരൽപ്പാടുകൾ എൻ്റെ പുറത്ത് ഒരു മാസത്തോളം മായാതെ കിടപ്പുണ്ട്. ക്രൈസ്തവ സഭകൾ എന്ന പേരിൽ കേരളത്തിൽ ഇന്ന് കച്ചവടം പൊടിപിടിക്കുന്ന മാമോൻ സേവക സംഘടനകളിൽപ്പെട്ട കുപ്പായ തൊഴിലാളികൾക്ക് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കുഞ്ഞാടുകളുടെയും നാട്ടുകാരുടെയും ഒക്കെ കയ്യിൽ നിന്നും നല്ല ചിമിട്ടൻ അടി കിട്ടാറുണ്ടെങ്കിലും അവരാരും അതൊന്നും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അത് വിശാല മനസ്സുകൊണ്ടൊന്നുമല്ല, പുറത്തറിഞ്ഞാൽ മാനം പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പൂജ്യം മലബാർ സംഘത്തിലെ തലശ്ശേരി അടിരൂപത കമാനം ബിഷപ്പ് പാമ്പ്ലാനി ചേട്ടൻ തന്നെ തങ്ങളുടെ ചവയിലെ തന്നെ സിനഡ് കുർബാന അഥവാ പൃഷ്ഠകുർബാന അനുകൂലികളിൽപ്പെട്ട ഒരുവൻ മുതുകിലടിച്ച് 5 വിരലും പതിപ്പിച്ചു എന്ന് ലോകത്തോട് സാക്ഷ്യം പറഞ്ഞു. തന്നെ മാത്രമല്ല, തൻ്റെ ഡ്രൈവറെയും ചവിട്ടി റൊട്ടിയാക്കി എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് പുറത്തുനിന്ന് വന്ന ആരും ചെയ്തതല്ല, കുഞ്ഞാടുകൾ തന്നെയാണ് ഇത് ചെയ്തതുകൊണ്ട് പാമ്പ്ലാനി ഇത് കേസാക്കിയുമില്ല. എന്നെയും പോലും എൻ്റെ പുറത്ത് ആഞ്ഞടിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരൽപ്പാടുകൾ എൻ്റെ പുറത്ത് ഒരു മാസത്തോളം മായാതെ കിടപ്പുണ്ട്. ആ ഒരു വ്യക്തി തന്നെ എൻ്റെ ഡ്രൈവറെ ചവിട്ടി വീഴ്ത്തുകയും എറണാകുളം അരമനയിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി അവൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെയും നടന്നതാണ്. ഇതെല്ലാം പലരുടെയും മുമ്പിൽ സംഭവിച്ച് അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ചിലരിതിനകത്ത് അനാവശ്യമായി നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അത്തരത്തെക്കാരെക്കുറിച്ച് നിങ്ങളും ജാഗ്രത പാലിക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തനിക്ക് അടി കിട്ടിയതെന്നും അടികൊണ്ട പാട് മേലനങ്ങാതെ തിന്ന് ചീർത്തു വീർത്ത മുതുകിൽ കുഞ്ഞാടിന്റെ കൈപ്പത്തി 1 മാസക്കാലത്തോളം കായ്ച്ചു കിടന്നു എന്നും അടിച്ചവനൊന്നുങ്ങൽ തൂമ്പ എടുത്ത് പറമ്പിൽ നല്ല പണിയുന്നവനോ കൂടമെടുത്ത് പാറമടയിൽ പണിയുന്നവനോ ആണെന്ന് അടിയുടെ ആ ചൂട് കൊണ്ട് മനസ്സിലാക്കിയെന്ന് പാമ്പ്ലാനി നിറകണ്ണുകളോടെ പറഞ്ഞു. ഈ വെളിപ്പെടുത്തൽ നടന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ ആലൂരിൽ ഒരു പാതിരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയാണ്. പൂജ്യം മലബാർ സംഘത്തിന്റെ സിനഡ് സെക്രട്ടറി കൂടിയായ ജോസഫ് പാമ്പ്ലാനിക്ക് അടിരൂപത ആസ്ഥാനത്ത് വെച്ച് അടിയേറ്റ വിവരം സഭയ്ക്കുള്ളിലും പുറത്തും വലിയ നാണക്കേടായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. തനിക്ക് മാത്രമല്ല, ഡ്രൈവർക്ക് നേരെയും ആക്രമണം ഉണ്ടായെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ആക്രമണം നടത്തിയത് ആരാണെന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ഏകീകൃത കുർബാനയെ, അതായത് പൃഷ്ഠകുർബാനയെ അനുകൂലിക്കുന്ന പക്ഷത്തു നിന്നുള്ള ആളാണ് ഇതെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ സംഭവത്തിൽ അദ്ദേഹം ഇതുവരെ ഔദ്യോഗികമായി എവിടെയും പരാതി നൽകിയതായി അറിവില്ല. പരാതി കൊടുത്താൽ ഇനിയും ലവൻ വന്ന് വലിച്ചുവാരിയിട്ട് ഇടിക്കുമെന്ന് ഭയന്നാണത്രേ പാമ്പ്ലാനി പരാതി കൊടുക്കാത്തത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടിരൂപതയിൽ ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞു വന്ന പാമ്പ്ലാനി വന്നിറങ്ങിയത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു. അവസാനം അടിയും മേടിച്ചു പോയത് ഇങ്ങനെയാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇതൊക്കെ കാണുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നുണ്ട്, ചിലർ ഇതിനിടയിൽ അനാവശ്യമായി നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന്. അത്തരക്കാരെ കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പറഞ്ഞാണ് പാമ്പ്ലാനി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എറണാകുളം അങ്കമാലി അടിരൂപതയിൽ നാളുകളായി നിലനിൽക്കുന്ന കുർബാന തർക്കം മുൻപും പല അക്രമ സംഭവങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അന്ന് പ്രശ്നം അടിച്ചമർത്തുവാൻ വന്ന ഉരുക്കുമെത്രാന്റെ അടിവേറ്റിൽ വിശ്വാസികളുടെ കാൽപ്പാടുകൾ പതിഞ്ഞപ്പോൾ അദ്ദേഹം അതൊന്നും ആരോടും പറയാതെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ സിനഡിന്റെ ദൗത്യവുമായി ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞാണ് പാമ്പ്ലാനി അവിടെ വന്നിറങ്ങിയത്. എറണാകുളം അങ്കമാലി അടിരൂപതയിലെ ചുണക്കുട്ടന്മാരായ വിശ്വാസികളെ അങ്ങ് അടിച്ചമർത്താം എന്ന് പൂജ്യം മലബാർ സഭയിലെ തീവട്ടി ബിഷപ്പന്മാർ കരുതിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയും ഒടുക്കം ഇവന്മാർ നാണം കെടുകയും ചെയ്തു. 2021 നവംബർ 28 മുതൽ എറണാകുളം അങ്കമാലി അടിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സിനഡിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഏകീകൃത കുർബാന രീതി നടപ്പിലാക്കുന്നതിനെ ഭൂരിഭാഗം വൈദികരും വിശ്വാസികളും എതിർക്കുകയായിരുന്നു. ഇത് നടപ്പാക്കുന്നതിനെതിരെ ഭൂരിഭാഗം വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വൈദികരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നതോടെയാണ് തർക്കം രൂക്ഷമായത്. പൂജ്യം സഭ ഏതാണ്ട് പിളർപ്പിലേക്ക് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് മധ്യസ്ഥ ചർച്ചയ്ക്കായി പാമ്പ്ലാനിയെ സിനഡ് നിയോഗിക്കുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം പാമ്പ്ലാനി ഒരു സമവായത്തിലേക്ക്, അതായത് ഇടയ്ക്കിടയ്ക്ക് പൃഷ്ഠകുർബാനയും ഇടയ്ക്കിടയ്ക്ക് ജനാഭിമുഖ കുർബാനയും, അതായത് സിനഡ് കുർബാനയും നടത്താമെന്ന രീതിയിൽ
എത്തുകയും ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് സിനഡ് കുർബാന അനുകൂലികളിൽപ്പെട്ട ഒരു കുഞ്ഞാട് പാംപ്ലാനിയെയും ഡ്രൈവറെയും അടിച്ച് പഞ്ചറാക്കിയത്. ഇപ്രകാരം ഒരു സമവായ നീക്കം നടത്തിയ പാംപ്ലാനിക്കിട്ട് സിനഡ് പറഞ്ഞിട്ട് 2 പൂശിതാണ് എന്നാണ് കുഞ്ഞാടുകൾ തന്നെ പറയുന്നത്. ഇപ്രകാരം സമവായം ഉണ്ടാക്കുവാൻ പോയാൽ ആരാണെങ്കിലും ഇനി മുതുകിലും നെഞ്ചത്തും ഇതുപോലെ കൈപ്പാടുകൾ മാത്രമല്ല കാൽപ്പാടുകളും പതിയും എന്ന സന്ദേശമാണ് പൂജ്യം സഭ ഇതിലൂടെ അവർക്ക് നൽകുവാൻ ശ്രമിക്കുന്നത്. പൂജ്യ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അടിരൂപതയിൽ എറണാകുളം ജില്ലയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നു. സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിലുള്ള പൃഷ്ഠകുർബാന തങ്ങളുടെ പള്ളികളിൽ നടപ്പാക്കില്ലെന്ന് അടിരൂപതയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും അൽമായരും നിലപാടെടുത്തു. തങ്ങൾ കാലാകാലങ്ങളായി ശീലിച്ച ജനാഭിമുഖ കുർബാന തന്നെ പൂർണ്ണമായി വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. യഥാർത്ഥത്തിൽ ആലഞ്ചേരിയുടെ ഭൂമി കുംഭകോണത്തിൽ നിന്ന് അടിമ വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ കൂദാശ കുർവാ സംഘം ഈ കുർബാന വിവാദം കത്തിച്ചു വിട്ടത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഇവരുടെ പിടിയിൽ നിന്ന് തന്നെ വിട്ടുപോയിരിക്കുകയാണ്. കുർബാന കളിക്കുന്ന പാതിരിയുടെ പൃഷ്ഠം ജനങ്ങൾക്ക് അഭിമുഖമായി വേണോ അതോ അൾത്താരയുടെ അഭിമുഖമായി വേണോ എന്നതായിരുന്നു പ്രധാന തർക്കം. ചുമ്മാതിരുന്നെടുത്ത് ചുണ്ണാമ്പിട്ട് പുണ്ണാക്കി എന്ന് പറയുന്നത് പോലെ ഈ വിഷയം മൂത്ത് കുർബാന കളിക്കുവാൻ വന്ന പാതിരിമാരെ വരെ വിശ്വാസികൾ ഓടിച്ചിട്ടടിച്ചു. കാസയും പീലാസയും വരെ എടുത്ത് എറിഞ്ഞു. പ്രാർത്ഥനകൾ മുഴങ്ങിയ പള്ളികളിൽ മുട്ടൻ തെരുവിളികൾ മുഴങ്ങി. കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു, പള്ളികൾ പൂട്ടിച്ചു. എന്നിട്ടും കലിപ്പ് തീരാഞ്ഞാണ് പാംപ്ലാനിയുടെ നെയ്മുറ്റിയ മുതുകിൽ വിശ്വാസികൾ കൈപ്പത്തി പതിപ്പിച്ചത്. ഈ പൈശാചികന്മാരുടെ വലയിൽപ്പെട്ട അടിമ വിശ്വാസികളോടാണ്. നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കുക. ഈ പൈശാചിക പ്രസ്ഥാനത്തെ, ഈ മാമോൻ സേവകരായ ഈ മോന്മാരെ നമുക്ക് എങ്ങനെ സഭയെന്ന് വിളിക്കുവാൻ പറ്റുമോ? ഇവന്മാർ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയോ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവന്മാർ ഇത്തരം പണികൾ കാണിക്കുമായിരുന്നു. വിശ്വാസികളുടെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന ഈ വേലക്കള്ളന്മാരുടെ പൃഷ്ഠകുർബാനയിൽ പ്രസാദിക്കുന്നവനാണോ നമ്മുടെ കർത്താവ്? നാട്ടുകാരെ വഞ്ചിച്ച് പണിതുയർത്തിയ ഈ പൈശാചിക മന്ദിരങ്ങളിൽ, ഞായറാഴ്ച മാത്രം തുറക്കുന്ന ഈ ആഭാസ കേന്ദ്രങ്ങളിൽ തടവറയിൽ കിടക്കുന്നവനാണോ നമ്മുടെ ക്രിസ്തു? ആഴ്ചയിൽ 5 ദിവസവും ഭവനവേദനവും വ്യഭിചാരവും സ്വർഗഭോഗവുമായി നടക്കുന്ന ഈ പാതിരികൾ വിളിച്ചാൽ വെളിപ്പുറത്തു വരുന്ന ചാത്തനാണോ നമ്മുടെ പരിശുദ്ധാത്മാവ്? പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ഈ സർപ്പസന്തതികളുടെ, ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളുടെ, ഈ പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികണ്ണങ്ങളുടെ പൈശാചിക മന്ദിരങ്ങളിൽ പോകരുത് എന്നല്ലേ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? കർത്താവ് സ്ഥാപിച്ച പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ ഏതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് പ്രഖ്യാപിക്കുക. വീട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാരുടെ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക. എങ്ങനെ പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലൂടെ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പൂജ്യം മലബാർ പൈശാചിക സംഘത്തിൽ പെട്ടുപോയ അടിമക്കുഞ്ഞാടുകളെ, ഈ കൂദാശ തൊഴിലാളികളുടെ, ഈ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളുടെ പൃഷ്ഠഭാഗത്തേക്ക് നോക്കി നിന്നാൽ നിങ്ങളുടെയൊക്കെ ജീവിതം പാഴാകുമെന്ന് ഈ 21-ാം നൂറ്റാണ്ടിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം ഇതാണ്. സ്വയം ഷണ്ടന്മാരായി പ്രഖ്യാപിച്ച, കുട്ടികളോ കുടുംബജീവിതമോ ഇല്ലാത്ത ഈ മോന്മാരെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്ന നിങ്ങൾ അപമാനിക്കുന്നത് നമ്മുടെ പിതാവാം ദൈവത്തെയാണെന്ന് മനസ്സിലാക്കുക. ഇവന്മാരെ പിതാവേ എന്നല്ല, മച്ചന്മാരെ എന്നാണ് നിങ്ങൾ വിളിക്കേണ്ടത്. എന്നെ ശ്രമിക്കുന്ന വിശ്വാസികൾ ശാന്തമായിരുന്നാലോചിക്കുക. ഇതിനെയൊക്കെ സഭ എന്ന് എങ്ങനെ നമുക്ക് വിളിക്കുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ സഭയാണെങ്കിൽ ഇവന്മാർ ഇത്തരം പണികൾ ചെയ്തു കൂട്ടുമ്പോൾ ഇവരുടെ പ്രവൃത്തികൾക്ക് വിശുദ്ധ വേദപുസ്തകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഇടനിലക്കാരായി ഈ പൂച്ചാണ്ടികളുടെ ആവശ്യമുണ്ടോ? ഞായറാഴ്ച മാത്രം തുറക്കുന്ന ഈ പൈശാചിക ശാലകളിൽ തടങ്കലിൽ കിടക്കുന്നവനാണോ നമ്മുടെ ക്രിസ്തു? മേലനങ്ങാതെ വിശ്വാസികളുടെ പണം കൊണ്ട് പ്രകൃതി വിരുദ്ധ ജീവിതം നയിക്കുന്നവനാണോ സഭാപ്രവർത്തനം നടത്തുന്നത്? പെണ്ണുകെട്ടാതെ, മാനുഷിക ചോദനകൾ നിറവേറ്റാതെ പ്രകൃതി വിരുദ്ധ ജീവിതം നയിക്കുന്ന ഇവന്മാർ നാടിന് തന്നെ ആപത്തല്ലേ? നാറിയ അരമനകളും മൂടുപടമിട്ട കൂദാശ തൊഴിലാളികളും പലതരത്തിലുള്ള കൂദാശ കച്ചവടം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ലഭിക്കുന്നു? ഇവന്മാറില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാകില്ലേ? ദൈവവേല നടത്തുന്നവന് പദവികളോ ആഡംബര അരമനകളോ ശമ്പളവും കൈമുത്തുമൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അന്ന് തന്നെ ഈ പൈശാചികന്മാരെ വിട്ടൊഴിഞ്ഞ് എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് പ്രഖ്യാപിക്കും. കുടുംബമായിരുന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങും.
നിങ്ങളുടെ ഭവനം സ്വർഗമാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.